നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ഒരു സീരീസ് ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഇപ്പോൾ ഏതെത്തി? ഇന്ത്യൻ ജോഗ്രഫി എത്തി. അപ്പോൾ നമ്മൾ ഈ പുതിയ SCERT നമ്മളിപ്പം മാക്സിമം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത് ഏതിനാണ്? പുതിയ SCERTയും പഴയ SCERTയും കൂടിയിട്ട് ചേർത്ത് പഠിച്ചു പോവുകയാണ് അല്ലേ. ഇനി പഴയ SCERT പഠിച്ചിട്ട് പിന്നീട് പുതിയ SCERT പഠിക്കണം, ആ ഒരു ടെൻഷനൊന്നും വേണ്ട അല്ലേ. അപ്പോൾ നമുക്ക് അതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ ലെസൺ വായിച്ച് നിങ്ങളുടെ മുന്നിൽ ആ സ്ലൈഡുകൾ തന്ന് ലെസൺ വായിച്ച് ഞാൻ ക്ലാസ്സുകൾ തന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഒന്നും കൂടി പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ കേരള ഹിസ്റ്ററി നമ്മൾ 4 ലെസൺ വരുന്നുണ്ട് അല്ലേ. ആ നീതിയിൽ നിന്ന് നീതിയിലേക്ക്, ചരിത്രത്തിന്റെ ആധാരശിലകൾ, നവകേരള സൃഷ്ടിക്കായി, ആധുനിക കേരളം, അങ്ങനെ 4 ലെസൺസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് അല്ലെ. അതിലെ 2 പാഠഭാഗങ്ങൾ പുതിയ SCERTയുമാണ്, പഴയ രണ്ട് പാഠഭാഗങ്ങൾ പഴയ SCERTയുമാണ്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ 4 ലെസണും അരിച്ചു പെറുക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ വേറെ നിങ്ങൾ ഇനി ടെക്സ്റ്റ് ഒന്നും വായിക്കേണ്ട. ഞാൻ 100% ഉറപ്പ് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ലെസൺ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സംശയം തീർത്ത് വെക്കണമല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഒരു സംതൃപ്തി തോന്നുകയുള്ളൂ. പിന്നെ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ മിസ് അതിൽ പോയിന്റുകൾ വിട്ടിട്ടുണ്ടാകും, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും. അതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷെ 100% പൂർണ്ണമായും വിശ്വസിക്കുക കേട്ടോ. പൂർണ്ണമായും ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാനായിട്ട് അറിയില്ല. അപ്പം നമ്മളങ്ങനെ കേരള ഹിസ്റ്ററി എന്ത് ചെയ്തു? കംപ്ലീറ്റ് അല്ലേ. SCERT പഴയതാണോ? രണ്ടും അല്ലേ, ഓൾഡും ന്യൂ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് ഇന്ന് കിടക്കുകയാണ്. സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മൾ പോണത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇത് ആദ്യത്തെ ക്ലാസ് ആണ്. SCERT പഴയതും പുതിയതും കൂടി ചേർത്തിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്? പിന്നെ നിങ്ങളോട് എടുത്തൊരു കാര്യം പറയണേ, ഇത് പ്രിലിംസിന് മാത്രമല്ല കേട്ടോ. പ്രിലിംസിന് മാത്രമല്ല, പ്ലസ് മെയിൻസ് ആണ്. ഇനി ഇവിടെ കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് ഇനി മെയിൻസ് പറഞ്ഞിട്ട് ഇനി പുതിയ ലെസൺ അവിടെ പഠിക്കാനൊന്നുമില്ല. കേരള ഹിസ്റ്ററി SCERT അവിടെ കംപ്ലീറ്റ് ആയി. പ്രിലിംസിന് അത് മതി, മെയിൻസിന് SCERT. ഈ 4 ലെസനെ ആകെ വരുന്നുള്ളൂ രണ്ടിലും കൂടിയിട്ട്. പിന്നെ മെയിൻസിന് മറ്റേ ഇനി വേറെ SCERT നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. പുതിയതായിട്ട് പിന്നെ അവരുടെ അടുത്ത് അച്ചടിച്ച് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ രണ്ടിനും കൂടി ചേർത്തിട്ടാണ്. കേൾക്കുന്നുണ്ടോ? അപ്പൊ സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ഇനി മെയിൻസിന് വേറെ അവിടെ SCERT ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് SCERTയിൽ ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇന്ത്യൻ ജോഗ്രഫിയിൽ പുതിയ SCERTയിൽ വരുന്ന പുതിയ SCERT എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ് ആണ് മാറിയിരിക്കുന്നത് അല്ലേ. അതില് ഇന്ത്യൻ ഉപഭൂഖണ്ഡം പുതിയ SCERTയിൽ വരുന്നതാണ് കേട്ടോ. ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ. ഈ എത്ര ലെസൺ? 6 ലെസണും പഴയ SCERTയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പുതിയത് പഠിച്ചുകൊണ്ട് പഴയത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കരുത്. നമ്മുടെ ഇന്ത്യ, പ്രകൃതിയുടെ വരദാനം, ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ 11 ലെസണാണ് പുതിയതിലും പഴയതിലുമായിട്ട് കിടക്കുന്നത്. അരിച്ചു പെറുക്കി നിങ്ങളുടെ കയ്യിലെത്തിച്ചേരും കേട്ടോ. നമുക്കങ്ങനെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും താഴെ ഒരു ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ക്ലാസ് നമ്മൾ എന്താ പറയുക, പെയ്ഡ് ഗ്രൂപ്പിൽ ചെയ്യുന്നതിനേക്കാൾ അതിനപ്പുറം ഞാൻ നിങ്ങൾക്ക് SCERT പൂർണ്ണമായിട്ടും ചെയ്തു തരുന്നുണ്ട് അല്ലേ. എവിടെയും SCERT നോട്ടുകൾ ഇതേപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടോ? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമൻറ്റ് ഇടാനോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനോ. അപ്പോൾ ഒരു 600-700 പേര് കണ്ടാൽ കൂടിയിട്ട് ആകെ തരുന്ന ലൈക്ക് ഒരു 70-72 ലൈക്കാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത്രയും ചെയ്തു തന്നിട്ട് പോലും അതിനൊരു തിരിച്ചൊരു എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് എന്നാണ്. അപ്പോൾ അത് തരാനുള്ളൊരു മനസ്സ് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൽ എങ്ങനെയപ്പോൾ പറയുക, കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകുക കേട്ടോ. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരു കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തട്ടെ, പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ അവിടെ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ടെലിഗ്രാമിലാകുമ്പോൾ എല്ലാ ക്ലാസ്സുകളും ഞാൻ അവിടെ ഓർഡറായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപോയാൽ മതി കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ലെസൺ ആണ് 7ാം ക്ലാസ്സിലെ പുതിയ SCERT 7ലെ
പാർട്ട് 1 കിടക്കുന്ന ഒരു ലെസൺ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. പഠിച്ചു പോയല്ലോ. എന്താടാ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം? ബേസിക് ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഭൂമിയിൽ താമസിക്കുന്നുണ്ട് അല്ലെ? ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ 2 ഭാഗവും എന്താണ്? സമുദ്രമാണ് അല്ലെ? 2 ഭാഗവും എന്താണ്? സമുദ്രമാണ്. ഓക്കെ, 2 ഭാഗം സമുദ്രമാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെ? ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ഈ ഭൂഖണ്ഡം, വൻകര, പിന്നെ അതിന് മറ്റൊരു പേരാണ് കരയുടെ കഷ്ണങ്ങൾ. എന്താണ്? കരയുടെ കഷണങ്ങൾ. എന്നിട്ടോ ഭൂഖണ്ഡങ്ങളുടെ മറ്റൊരു പേര് നമ്മളിപ്പോ പറയും ആഫ്രിക്കൻ ഭൂഖണ്ഡം, യൂറോപ്യൻ ഭൂഖണ്ഡം, യൂറോപ്പ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? അപ്പോ അതിന്റെ മറ്റൊരു പേരാണ് കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകൾ ഒന്ന് വിളിക്കുന്നത് കേട്ടോ. അതവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ എന്താണ്? ഇപ്പൊ ഭൂഖണ്ഡങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അവിടെ നല്ല ഉയരമേറിയിട്ടുള്ള പർവ്വതങ്ങളൊക്കെ കാണാൻ കഴിയും അല്ലെ? ഭൂഖണ്ഡങ്ങളിൽ എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ കാണാം, അതേപോലെ വിശാലമായിട്ടുള്ള സമതലങ്ങൾ കാണാൻ കഴിയും, മരുഭൂമികൾ കാണാൻ കഴിയും, പീഠഭൂമികൾ കാണാൻ കഴിയും. അങ്ങനെ പലതരത്തിലുള്ള ഭൂരൂപങ്ങളൊക്കെ നമ്മൾ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നല്ല, ഇന്ത്യൻ എന്നല്ല, ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും അല്ലേ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞു തന്നല്ലോ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ? ഈ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും എന്ത് തന്നെയാണ്? ഒരുപാട് എന്തൊക്കെ കാണാൻ കഴിയും? ഉന്നതമായിട്ടുള്ള പർവ്വത ശിഖരങ്ങൾ അല്ലെ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരുപാട് പർവ്വതങ്ങൾ കണ്ട്, വിശാലമായിട്ടുള്ള സമതലങ്ങളുണ്ട് അല്ലെ? സമതലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏതിലെത്തും? ഉത്തര മഹാസമുദ്രത്തിലേക്ക് പോകും അല്ലെ? ഇഷ്ടംപോലെ മരുഭൂമി പ്രദേശങ്ങളുണ്ട്, പിന്നെയോ ശിലകളുണ്ട് അല്ലെ? കാഠിന്യമേറിയിട്ടുള്ള ശിലകള്, ഇതൊക്കെ നമ്മുടെ പീഠഭൂമി, അതുപോലെ തീരസമതലങ്ങള്, ദ്വീപുകള്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മുടെ തീരസമതലങ്ങളും പീഠഭൂമി പ്രദേശങ്ങളും ദ്വീപുകളും കാഠിന്യമേറിയിട്ടുള്ള ശിലകള്, അതുപോലെ പർവ്വത ശിഖരങ്ങള്, വിശാലമായിട്ടുള്ള സമതലങ്ങള്, മരുഭൂമി പ്രദേശങ്ങൾ, ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അല്ലെ? ഇനി നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ SCERT കിടക്കുന്നുണ്ട് പാമീർ പീഠഭൂമിയെ കുറിച്ചിട്ട് 3 പോയിന്റ് നമ്മുടെ പാമീർ പീഠഭൂമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തിന്റെ മേൽക്കൂര, പ്രീവിയസ് ആണ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്ന ഏത് പീഠഭൂമിയാണ്? പാമീർ പീഠഭൂമിയാണ്. ഈ പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം. ഇതൊന്ന് നോട്ട് ചെയ്യണേ. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം, ഹിന്ദുക്കുഷ്, ഇതൊക്കെ എന്താണ്? പർവ്വതങ്ങളാണ്. ഈ 4 പർവ്വതങ്ങളും കൂടിയിട്ട് സംഗമിക്കുന്ന സ്ഥലത്താണ് ഏത് കാണപ്പെടുന്നത്? പാമീർ പീഠഭൂമി കാണപ്പെടുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കാണാനിരിക്കുമ്പോൾ ഉറക്ക ക്ഷീണത്തിലോ മനസ്സ് ടയേർഡിലായിട്ടിരിക്കുന്ന സമയത്തൊന്നും ദയവ് ചെയ്തിട്ട് വീഡിയോ കാണാതിരിക്കുക. മനസ്സ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ടെൻഷനാണ് വെച്ചാൽ ക്ലാസ് ഇട്ടല്ലേ ഒന്ന് കാണാൻ പറ്റിയിരുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇതിൽ നിന്നും ഷുവറാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പോയിന്റ് പോലും തരില്ല. ഞാൻ ആ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തരാം കേട്ടോ. നല്ല ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ഇരിക്കണേ. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് പഠിച്ചോ പാമീർ പീഠഭൂമിയെ കുറിച്ചിട്ട്? എന്തൊക്കെ പാമീർ പീഠഭൂമിയെ കുറിച്ചിട്ട് നമ്മുടെ SCERT 3 പോയിന്റുകൾ ഉള്ളത്? ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നു. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ എങ്ങനെയാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് ഏതാണ്? നമ്മുടെ പാമീർ പീഠഭൂമിയാണ് കേട്ടോ. ഓക്കെ, എത്ര മനസ്സിലാക്കി വയ്ക്കുക. ഇത്ര മനസ്സിലാക്കിയല്ലോ. ഈ 3 ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം, ഹിന്ദുക്കുഷ്. ചിലപ്പോൾ ഇത് 4 വേറെ അധികം ഒന്ന് തരും, അപ്പം തെറ്റാൻ പാടില്ല. ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതാണ് പിക്ചർ. കണ്ടോ? ഇവിടെ നോക്കൂ. ഹിന്ദുക്കുഷ് കണ്ടോ? ടിയാൻഷൻ, കുൻലുൻ,
ഇവിടെ ശ്രദ്ധിക്കണം, കാരക്കോറം. കണ്ടോ, ഈ 4 കൂടിയിട്ട് സംഗമിക്കുന്ന സ്ഥലത്താണ് ഇതാണ്ടോ പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കുഷ്, ടിയാൻഷ്യൻ, കുൻലുന്, കാരക്കോറം. ഈ 4 പർവ്വതനിരകൾ സംഗമിക്കുന്ന സ്ഥാനത്താണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗം, ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പിക്ചർ. ശ്രദ്ധിക്കണേ, ഈ വടക്ക് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ വടക്ക് ഭാഗത്ത് ഹിമാലയവും, കിഴക്കൻ ഭാഗത്ത്, ഇത് കിഴക്ക് ഭാഗമാണ് അല്ലെ, ഈ കിഴക്കൻ ഭാഗത്താണ് കണ്ടോ അരക്കൻ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്താണ് അരക്കൻ പർവ്വതം. ഈ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെ എവിടെയാണ്, ഏതാണ്? ഹിന്ദുക്കുഷാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷും, തെക്കുഭാഗത്ത് നമ്മുടെ ഈ തെക്കുഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രവും സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചല്ലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 4 അതിർത്തികൾ മനസ്സിലാക്കിയോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗം ഹിമാലയവും, കിഴക്കൻ ഭാഗം അരക്കൻ പർവ്വതവും, തെക്കുഭാഗം ഇന്ത്യൻ മഹാസമുദ്രവും, വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വത നിരകളുമാണ്. ഈ ഭാഗം ഒക്കെ ആയല്ലോ. ഇനി നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിര, നമ്മൾ നേരത്തെ പിക്ചർ പറഞ്ഞില്ലേ, വടക്ക് ഹിമാലയത്തിന്റെ ഭാഗം പറഞ്ഞില്ലേ, ആ ഹിന്ദുക്കുഷ് പർവ്വതനിര വടക്ക് ഭാഗത്താണ്. ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരയില് ഹിന്ദുക്കുഷ് പർവ്വതനിര ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണ്. പഠിച്ചു വെച്ചോളനെ. ഹിന്ദുക്കുഷ് പർവ്വതനിര പാകിസ്ഥാനിലും, ഹിമാലയം ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ രാജ്യങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മറക്കല്ലേ. ഹിന്ദുക്കുഷ് പർവ്വതനിര എവിടെയാണ്? പാകിസ്ഥാനിലായിട്ടും. ഹിമാലയം ഏതൊക്കെയാണ്? 3 രാജ്യങ്ങളുണ്ട്. പഠിക്കണേ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇതിലിടയിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, SCRT ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലെ. രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ട് നമ്മുടെ SCRTയിലുള്ള എല്ലാ പോയിന്റും നമുക്ക് പഠിച്ചാലോ. അപ്പൊ നമ്മൾ ഹിമാലയം പറഞ്ഞില്ലേ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്താണ് ഹിമാലയം എന്ന് പറഞ്ഞു. ഈ ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് ഏത്? ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. ഹിമാലയത്തിന്റെ ഓരോരോ പോയിന്റ് പഠിച്ചു വെച്ചോ കേട്ടോ. ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മളിത് പുതിയ SCRTയിലാണ്. ഈ ഉത്തര മഹാസമുദ്രത്തെ കുറിച്ച് നമ്മുടെ പഴയ SCRTയിൽ കുറെ പോയിന്റുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ചെയ്യുമ്പോൾ എന്താണ്, അവിടെ പോയിന്റുകൾ എല്ലാം ഓക്കെ. അവരെന്ത് ചെയ്യും? ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ടാണ് ഇതിന്ന് 2 പോയിന്റ് എടുക്കും, അതിന്ന് 2 പോയിന്റ് എടുക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 പഠിച്ചേ പറ്റും. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ്, ഏത് ഒന്നിലും ഇത് ഒന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഒപ്പം വരണം കേട്ടോ, നിങ്ങൾ ഒപ്പം വന്നാൽ മതി. ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ട് ഓരോരോ പോയിന്റ് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോ. ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന ഈ 3 നദികളുണ്ട് അല്ലേ. ഈ ഹിമാലയ നദികളാണ് ഏത്? സിന്ധുവും, ഗംഗയും, ബ്രഹ്മപുത്രയും. ഈ ഹിമാലയ നദികളായിട്ടുള്ള സിന്ധുവും, ഗംഗയും, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളിലെ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉത്തര മഹാസമുദ്രം എന്ത് ചെയ്തിരിക്കുന്നത്? രൂപം കൊണ്ടിരിക്കുന്നത്. ഉപഭൂഖണ്ഡത്തിന്റെ, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, നമ്മൾ നേരത്തെ ആ പിക്ചർ കണ്ടല്ലോ, ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കുന്ന ലെസൺ തന്നെ ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഉപദ്വീപീയ പീഠഭൂമി എവിടെ കിടക്കുന്ന, ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ടും അവിടെയുള്ള ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ടും അവിടെയുള്ള കൃഷി രീതികളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉത്തര മഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എവിടെ മുതൽ എവിടെയാണ്? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഉത്തര മഹാസമുദ്രത്തില്. നിരപ്പാർന്നിട്ടുള്ള ഭൂപ്രദേശമാണ്. നദികളാൽ ജലസമൃദ്ധമാണ്. ജനനിബിഡമാണ്. ജനനിബിഡം പറയുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഹിമാലയത്തിന്റെ തെക്കുഭാഗത്താണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉത്തര മഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഫലഭൂയിഷ്ടമായ മണ്ണാണ്. നിരപ്പാർന്ന ഭൂപ്രദേശമാണ്. നദികളാൽ ജലസമൃദ്ധമാണ്. ജനനിബിഡമാണ്. നോക്കൂ, ഇതാണ് ഉത്തര മഹാസമുദ്രം. പിക്ചർ കണ്ടോ നിങ്ങള്?
ഉത്തര മഹാസമതലം കണ്ടല്ലോ അല്ലെ. ഈ ഉത്തര മഹാസമതലം പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ എല്ലടാ ഹിമാലയം, ഇവിടെ അല്ലേ ഹിമാലയം, വടക്ക് ഭാഗത്തല്ലേ ഹിമാലയം. അപ്പൊ ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തെ അല്ലെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ തെക്കല്ലേ, ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് ഏത്? ഉത്തര മഹാസമതലം. കണ്ടോ, ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്താണ് ഉപദ്വീപീയ പീഠഭൂമി. കണ്ടോ ഫോണ് കണ്ടോ, ഈ ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്ത് ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു അല്ലെ. ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ്, ഈ കളർ കണ്ടോ, ഈ കളറിൽ കാണുന്നതാണ് ഏത്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇനി ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്ത് എന്താണ്? പീഠഭൂമികളാണ്. ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്താണ് പീഠഭൂമി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, ഈ പീഠഭൂമികൾ എന്ന് പറയുന്നത് 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള പീഠഭൂമികളാണ്. ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമികളുടെ എല്ലാം ഉയരം എന്ന് പറയുന്നത് 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള പീഠഭൂമികൾ കാണപ്പെടാറുണ്ട്. ഈ പീഠഭൂമികളുടെയൊക്കെ ആകൃതി എങ്ങനെയാണ്? ത്രികോണാകൃതിയിലാണ്. ഈ പീഠഭൂമികളെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ രാജസ്ഥാനിലെ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ്. അപ്പൊ താർ മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, വടക്ക് പടിഞ്ഞാറാണ്, വടക്ക് പടിഞ്ഞാറാണ്. ഓക്കെ, ഇനി ഈ താർ മരുഭൂമി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ താർ മരുഭൂമിയിൽ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് സസ്യജാലങ്ങളൊക്കെ തഴച്ചു വളരുമോ? വളരില്ല അല്ലെ. അപ്പൊ അവിടെയുള്ള സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ ആണ്. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചല്ലോ. അപ്പൊ ഉത്തര മഹാസമതലത്തെ കുറിച്ചിട്ട് നമ്മൾ കുറേ പഠിച്ചു. ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്ത് എന്ത് കാണപ്പെടാറുണ്ട്? പീഠഭൂമികൾ കാണപ്പെടാറുണ്ട്. 150 മുതൽ 900 മീറ്റർ വരെ, സംഖ്യ മറക്കരുത് കേട്ടോ, ഇത് മാറ്റിയിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് തരും. 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള പീഠഭൂമികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടാറുണ്ട്. ത്രികോണാകൃതിയിലാണ് പീഠഭൂമികളൊക്കെ കാണപ്പെടുന്നത്. ഇവയെ മൊത്തമായിട്ട് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് താർ മരുഭൂമി നിലകൊള്ളുന്നത്. ഇവിടെ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് സസ്യജാലങ്ങളൊന്നും തഴച്ചു വളരില്ല. കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും ഒക്കെയാണ് ഈ താർ മരുഭൂമിയിൽ കാണപ്പെടുന്നത്. അത് പഠിച്ചല്ലോ. അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ദ്വീപ് രാഷ്ട്രങ്ങളും ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ചെറു ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളാണ്. പഠിച്ചോളനെ. മാലദ്വീപ്, ശ്രീലങ്ക നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇന്ത്യ, പാകിസ്ഥാൻ, നമ്മുടെ നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് നമ്മുടെ രാജ്യങ്ങൾ അല്ലെ. അപ്പൊ അതേപോലെ മാലദ്വീപും ശ്രീലങ്കയും നമുക്കറിയാം സമുദ്രാതിർത്തി പങ്കിടുന്നതാണ്. അപ്പോൾ മാലദ്വീപും ശ്രീലങ്ക എന്ന് പറയുന്ന ദ്വീപ് രാഷ്ട്രങ്ങളും ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ചെറു ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ എന്ത് കാലാവസ്ഥയാണ്? മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ്. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ഈ മൺസൂൺ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ. മാലദ്വീപ്, ശ്രീലങ്ക ദ്വീപ് രാഷ്ട്രങ്ങളും ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ചെറു ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥയാണ്. ഈ മൺസൂൺ എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു മഴ വളരെ കുറവാണ്. എവിടെയാണ് മഴ വളരെ കുറവ് എന്ന് നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞത്? രാജസ്ഥാനിലാണ് പറഞ്ഞല്ലേ. മഴ വളരെ കുറവാണ്. എവിടെ? രാജസ്ഥാനില്, അതായത് താർ മരുഭൂമി. എന്തുകൊണ്ടാണ് അവിടെ മഴ വളരെ കുറവാകാൻ കാരണം? നമ്മൾ മഴ വളരെ കുറവുള്ള സ്ഥലങ്ങളെ എന്താണ് പറയുക? മഴനിഴൽ പ്രദേശം എന്ന് പറയില്ലേ. മഴ കുറവുള്ള സ്ഥലങ്ങളെ എന്ത് പറയും? മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു അല്ലെ. മഴനിഴൽ പ്രദേശം നമ്മുടെ കേരളത്തിലെ ഏതാണ്? ചിന്നാറാണ് അല്ലെ. ചിന്നാറ് ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴ വളരെ തീരെ കുറവാണ്. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നറിയോ? തമിഴ്നാടാണ് കേട്ടോ. സംസ്ഥാനം പറയുമ്പോഴത്തേന് സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, ഇതോടെ പഠിച്ചു വെക്കുക. ഇതിലില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞതൊന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ രാജസ്ഥാനിൽ താർ മരുഭൂമി പ്രദേശത്ത് മഴ വളരെ കുറവാകാൻ കാരണം? ഇതിവിടെ ഒന്ന് പോയിന്റ്, നിങ്ങൾക്ക് ഈ പിക്ചർ പറഞ്ഞു തന്നാൽ ഞാൻ വായും കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ മനസ്സിലാകില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിവിടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. നോക്കൂ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങള് കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. ഇപ്പൊ നമ്മൾ പശ്ചിമഘട്ടമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ
നമ്മുടെ കേരളത്തില് ധാരാളം മഴയ്ക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം എന്ത് തന്നെയാണ്? പശ്ചിമഘട്ടം തന്നെയാണ് അല്ലെ? ഈ പശ്ചിമഘട്ടം എന്ത് ചെയ്യും? കാറ്റ് വീശുന്ന സമയത്ത് ഈ കാറ്റിനെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തും. അപ്പൊ ആ കാറ്റ് നിൽക്കുന്ന ഭാഗങ്ങളിൽ, അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യും? കാറ്റ് ധാരാളം നിൽക്കുന്ന സമയത്ത് അന്തരീക്ഷത്തില് ഈർപ്പം എന്ത് ചെയ്യുന്നുണ്ടോ? കാറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഈർപ്പം ധാരാളമായിട്ട് തണുപ്പ് നിൽക്കും അല്ലെ? അപ്പൊ മഴമേഘങ്ങളൊക്കെ എന്താകും? തണുപ്പായിട്ട് അത് പിന്നീട് ഈർപ്പം തണുത്ത് എന്തായിട്ട് മേഘമായിട്ട് മാറുന്നു അല്ലെ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? മഴ ധാരാളമായിട്ട് അവിടെ പെയ്യും. അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ സമയത്ത് ഈ പശ്ചിമഘട്ടം കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തുമ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് കടക്കുന്നില്ല അല്ലെ? കടക്കാണ്ടാകുമ്പോൾ അവിടെ എന്താണ്? മഴ പെയ്യാതിരിക്കുകയാണ്, അവിടെ വരണ്ടു പോവുകയാണ് അല്ലെ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ നോക്കൂ, ഈ മലനിര പ്രദേശങ്ങൾ കണ്ടോ, സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരുവ് ഇല്ലേ? ഇപ്പൊ ഈ സഹ്യപർവ്വതം പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ പറഞ്ഞു രാജസ്ഥാൻ മരുഭൂമി എന്ന് പറഞ്ഞു അല്ലെ? ഈ പടിഞ്ഞാറേ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിലെ മഴ വളരെ, ഇതാണ് ഇപ്പൊ ഞാൻ എത്ര നേരം പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, എന്തുകൊണ്ടാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ, അവിടെ താർ മരുഭൂമിയിൽ മഴ ലഭിക്കാത്തത് കാരണം ചോദിച്ചാൽ നോക്കൂ, രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം എന്താണ്? ഇതുകൊണ്ടാണ്. കാരണം ഈ രാജസ്ഥാനില് ഒരു മലനിരയുണ്ട്. ഏതാണ്? അരാവലി മലനിര. പഠിക്കണം കേട്ടോ. രാജസ്ഥാനിലെ അരാവലി മലനിര എന്ത് ചെയ്യാണ്? കാറ്റിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പൊ ഇത് രാജസ്ഥാനിലെ താർ മരുഭൂമിയിലേക്ക് അങ്ങോട്ട് കാറ്റ് പോകുന്നില്ല. ആ ഭാഗത്ത് തന്നെ, അതായത് ഈ കിഴക്കൻ ഭാഗത്താണ് ഈ അരാവലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കിഴക്കൻ ഭാഗത്ത് ഞാൻ ഇത് ലെസൺ എടുത്തു തന്നിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് അവിടെ ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അരാവലിയുടെ കിഴക്ക് ഭാഗത്ത് എന്ത് ചെയ്യും? മഴ ലഭിക്കും. ഓക്കെ, ഈ പടിഞ്ഞാറ്, ഇതിപ്പോ കിഴക്ക് ഭാഗത്ത് ഇപ്പോ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? അരാവലി പർവ്വതനിര, അരാവലിയുള്ളത്. അപ്പൊ ഇത് കിഴക്ക് ഭാഗമല്ലേ? ഈ കിഴക്ക് ഭാഗത്ത് ഇവിടുന്ന് കാറ്റുകൾ ഇങ്ങനെ വീശുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ കാറ്റിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കടത്തി വിടില്ല. ഇത് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ ഏത് സ്ഥിതി ചെയ്യുന്നത്? താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ധാരാളം മഴ ലഭിക്കും. ഇവിടെ അങ്ങനെ വരണ്ടു പോകണം. അപ്പോൾ താർ മരുഭൂമിയിൽ അല്ലെങ്കിൽ രാജസ്ഥാനിലെ മഴ കുറയാനുള്ള കാരണം എന്താണ്? അരാവലി പർവ്വതനിര അവിടെ കാറ്റിനെ തടഞ്ഞു നിർത്തുകയാണ്. ഏത് പർവ്വതനിര എന്ന് മറക്കരുതേ, അരാവലിയാണ് കേട്ടോ. നോക്കൂ, അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം, ഇപ്പോൾ നമ്മുടെ ഇവിടെ പശ്ചിമഘട്ടം കേരളത്തിൽ എന്താ ചെയ്യുന്നത്? കൂടുതൽ മഴ പെയ്യുന്നു, തമിഴ്നാട്ടിൽ മഴ കൊടുക്കുന്നില്ല. അരാവലി പർവ്വതനിര അതേപോലെ രാജസ്ഥാനിലും ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറേക്ക് മഴ കൊടുക്കാതെ കിഴക്ക് ഭാഗം മാത്രമായിട്ട് മഴ പെയ്യുന്നു. അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗത്ത് താർ മരുഭൂമിയാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ധാരാളം മഴ ലഭിക്കാതെ വരണ്ടു പോയിട്ട് അവസ്ഥ വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഭാഗം എന്ത് ചെയ്യും? മഴനിഴൽ പ്രദേശം. കണ്ടോ, മരുഭൂമി, പച്ചപ്പുണ്ടോ? ഇല്ല, മരുഭൂമിയിലെ മണൽ നിറഞ്ഞ പ്രദേശം. അപ്പൊ ഇവിടെ താർ മരുഭൂമിയായി ഇല്ലേ? ഓക്കെ, ഇത് പഠിക്കാം കേട്ടോ. ചിത്രം കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇനി സൂര്യന്റെ അയനത്തെ കുറിച്ചിട്ട് നമ്മുടെ ലെസണിൽ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് പഠിച്ചോ കേട്ടോ, വ്യക്തമായിട്ട് പഠിച്ചോ. നോക്ക്, നിങ്ങൾ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ലെസൺ ഓരോന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ ലെസൺ ഞാൻ വരി ഓരോ വരിയും സൂക്ഷ്മമായി പരിശോധിച്ച് വായിച്ച് നോട്ടുണ്ടാക്കി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തന്ന് റെക്കോർഡ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിനെ സിമ്പിളായിട്ട് കാണരുത് കേട്ടോ. നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നിങ്ങൾ സർവീസ് കയറിയിരിക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സർവീസ് കയറിയാൽ നമ്മുടെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊണ്ടുവരണം. ഓക്കെ, അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അറിയിക്കണം കേട്ടോ. നിങ്ങൾ തന്നെയാണ് നമ്മുടെ ചാനലിലെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ അത്രയും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ക്ലാസ് വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുക കേട്ടോ. സൂര്യന്റെ അയനത്തെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഫുള്ളും സൂര്യന്റെ അയനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് പഠിച്ചിരിക്കുക കേട്ടോ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക്, ഇപ്പൊ നമ്മള് അങ്ങനെയാണ് പഠിക്കാറുള്ളത് അല്ലെ? ഇങ്ങനെ പഠിക്കുമ്പോൾ ഇത് ഭൂമധ്യരേഖ അല്ലെ? ഇത് 0 ഡിഗ്രി ഭൂമധ്യരേഖ, ഇത് 23.5 ഡിഗ്രി ഉത്തരായന രേഖ, ഇത് 23.5 ഡിഗ്രി ഏതാണ്? ദക്ഷിണായന രേഖയാണ് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാറുള്ളത്? ഇത് ഭൂമധ്യരേഖയാണ് അല്ലെ? ഇത് ഭൂമധ്യരേഖ, ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. ഈ 23.5 ഡിഗ്രി ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത്? ഏതാണ്? സൂര്യന്റെ അയനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രിക്കും ദക്ഷിണായന രേഖ 23.5 ഡിഗ്രിക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ്, മേലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഇങ്ങനെ അയനം
സംഭവിക്കുമ്പോൾ എന്താണെന്നറിയോ സംഭവിക്കുക? ഉത്തരായന കാലത്ത്, അതായത് ഈ മേലെ ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. ഉത്തരായന കാലത്ത് സൂര്യൻ എവിടെയായിരിക്കും? ഉപഭൂഖണ്ഡത്തിന് മുകളിൽ ആയിരിക്കും. ഈ ഉത്തരായന കാലത്ത് പറയുമ്പോൾ ഉപഭൂഖണ്ഡത്തിന് മുകളിൽ, ഉത്തരായന കാലത്ത് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ ഈ സമയത്ത് കരഭാഗത്തെ വായു ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുകയും ഇവിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കൂടുതൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ താഴെ ദക്ഷിണായന കാലത്താകുമ്പോൾ എവിടെയായിരിക്കും സൂര്യന്റെ സ്ഥാനം? ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കും കേട്ടോ. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുകയും, സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ എവിടെ നിന്നുള്ള വായു ആയിരിക്കും? സമുദ്രത്തിലെ വായു ആയിരിക്കും അല്ലേ? സമുദ്ര ഉപരിതലത്തിലെ വായു ചൂട് പിടിച്ചിട്ട് ഉയരുകയും ഉത്തര ദിക്കിൽ നിന്ന് കാറ്റ് വീശുകയും വടക്ക് കിഴക്കൻ മൺസൂണ് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇവിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ ദക്ഷിണായന കാലത്ത് ഏതായിരിക്കും? വടക്ക് കിഴക്കൻ മൺസൂൺ. പഠിച്ചു വെച്ചോ, കറക്കി തരും നിങ്ങൾക്ക് കേട്ടോ ക്വസ്റ്റ്യൻ, മറക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പിക്ചർ വെച്ചിട്ട് പറഞ്ഞു തരുന്നത്. സൂര്യന്റെ സ്ഥാനം ഉത്തരായന കാലത്ത്. ഇങ്ങനെ സൂര്യന്റെ അയനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വേഗം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേഗം ഇങ്ങനെ ചെയ്യാം. ഇത് 0 ഡിഗ്രിയാണ്, ഇത് ഉത്തരായന രേഖയാണ്, ഇത് ദക്ഷിണായന രേഖയാണ്. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസമാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. സൂര്യന്റെ ഈ അയനം മൂലം, ഇങ്ങനെ അയനം സംഭവിക്കുന്നത് മൂലം ഉത്തരായന ഇവിടെ എന്ത് ചെയ്യുന്നു? കരഭാഗത്ത് നിന്നുള്ള വായു ചൂട് പിടിച്ച് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുകയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയ്ക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. ഇനി ദക്ഷിണായന കാലത്ത് എന്താ സംഭവിക്കുക? അത് സൂര്യന്റെ സ്ഥാനം ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സമുദ്രമാണ് അല്ലെ? ഈ സമുദ്രത്തിന്റെ സമുദ്ര ഉപരിതലത്തിലെ വായു ചൂട് പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയും ഉത്തര ദിക്കിൽ നിന്ന് കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ വടക്ക് കിഴക്കൻ മൺസൂണും ലഭ്യമാക്കുന്നു കേട്ടോ. ഇവിടെ തെക്ക് പടിഞ്ഞാറൻ, ഇവിടെ വടക്ക് കിഴക്കൻ മൺസൂണും ലഭ്യമാക്കുന്നു. ഇനി കാലാവസ്ഥയെ, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനവും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ഭൂപ്രകൃതിയും സമുദ്ര സാമീപ്യവും കാറ്റും. എത്രണ്ണം വന്നു? ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഈ 5 കാരണങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നവ. പഠിച്ചു വെക്കുക. ഇനി ശ്രദ്ധിച്ചു, ഇവിടെ തെറ്റിയിട്ടുണ്ട്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് വടക്ക് മിതോഷ്ണ കാലാവസ്ഥയാണ്. ഉത്തരായന രേഖ, ഇത് പിക്ചർ വരയ്ക്കുക. ഓക്കെ, ഇത് ഉത്തരായന രേഖ, ഇത് ദക്ഷിണായന രേഖ. ഈ പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ എന്ന് പറയുന്നത് അല്ലെ, 23.5 ഡിഗ്രി. ഇനി ഈ ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഏത് കാലാവസ്ഥയാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. പഠിച്ചോ, ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഏത് കാലാവസ്ഥയാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. ഇനി ശൈത്യകാലത്ത് ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയുടെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അപ്പൊ ഉത്തരായന രേഖയ്ക്ക് വടക്ക്, ശ്രദ്ധിച്ചോ, ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഏത് കാലാവസ്ഥയാണ്? മിതോഷ്ണ കാലാവസ്ഥ. വളരെയധികം ചൂടില്ല അല്ലെ, മിതമായിട്ടുള്ള ഉഷ്ണമുള്ള ഒരു കാലാവസ്ഥയാണ്. ഈ മിതോഷ്ണ കാലാവസ്ഥയില് എങ്ങനെയായിരിക്കും അവിടുത്തെ താപനില? ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയുടെ അന്തരം പൊതുവെ എങ്ങനെയായിരിക്കും പറയുന്നത്? കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മിതോഷ്ണ കാലാവസ്ഥയില് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയുടെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. എന്നാൽ പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് തെക്ക് എങ്ങനെയാണ്? ഉഷ്ണ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖലയില് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയുടെ അന്തരം പൊതുവെ മിതമായിരിക്കും. അപ്പോൾ ഉഷ്ണകാലത്ത് എന്താണ്? അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുക. ഉത്തരായന രേഖയ്ക്ക് വടക്ക് മിതോഷ്ണ കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഉഷ്ണ കാലാവസ്ഥയാണ്. പഠിച്ചല്ലോ, വടക്ക് മിതോഷ്ണം, തെക്ക് ഉഷ്ണം. പഠിച്ചു. മിതോഷ്ണ കാലാവസ്ഥയില് എങ്ങനെയായിരിക്കും? ഉഷ്ണകാലത്താണെങ്കിലും ശൈത്യകാലത്താണെങ്കിലും താപനില വളരെ കൂടുതലായിരിക്കും. രണ്ടിലും വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ശൈത്യകാലത്തായതുകൊണ്ട് ചൂട് കുറവാണ് അങ്ങനെയൊന്നുമില്ല, താപനില കൂടുതലായിരിക്കും. പക്ഷേ ഉഷ്ണകാലാവസ്ഥയില് ഉഷ്ണമേഖലയില്
ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയുടെ അന്തരം പൊതുവെ മിതമായിരിക്കും. അതവിടെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഉത്തരായന രേഖയ്ക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയയാണ്. പോസ് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. ഉത്തരായന രേഖയ്ക്ക് വടക്ക് മിതോഷ്ണ കാലാവസ്ഥയാണ്, തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയാണ്. അത് രണ്ടെണ്ണം ആദ്യം മാറ്റുക. ഇനി മിതോഷ്ണ കാലാവസ്ഥയില് താപനിലകളുടെ അന്തരം കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കാം. മിതോഷ്ണ കാലാവസ്ഥയിൽ താപനിലയുടെ അന്തരം കൂടുതലായിരിക്കും. എന്നാൽ ഉഷ്ണ കാലാവസ്ഥയിൽ താപനിലയുടെ അന്തരം മിതമായിരിക്കും. അത് പഠിച്ചു വെക്കാം. ഇനി നാണ്യവിളകൾക്ക് ഉദാഹരണം നോക്കൂ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ. ഇതൊക്കെ നാണ്യവിളകൾക്ക് ഉദാഹരണമാണ്. നാരുവിളകൾക്ക് ഉദാഹരണമാണ് പരുത്തിയും ചണവും ട്ടോ. സോറി. എപ്പോഴും ചോദിക്കാറുണ്ട് തന്നിരിക്കുന്ന നാണ്യവിളകൾ ഏതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നാണ്യവിളകൾക്ക് ഉദാഹരണം കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കള്. നാരുവിളകൾ പരുത്തിയും ചണവും. ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. ഓക്കെ. ജൂൺ ടു സെപ്റ്റംബർ മാസത്തിലാണ് അല്ലെ. ജൂണിൽ എന്ത് ചെയ്യും? കൃഷി ഇറക്കും. സെപ്റ്റംബറിൽ വിളവെടുക്കും അല്ലെ. വിളവെടുക്കും. ഓക്കെ. റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്. ഓക്കെ. ഇത് ഒക്ടോബർ നവംബറിൽ വിളവിറക്കിയിട്ട് മാർച്ചിൽ എന്ത് ചെയ്യും? വിളവ് എടുക്കും. ഇനി സൈദ് വിളകൾ തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകൾ. നമ്മൾ സാധാരണ സൈദ് വിളകൾ പറയുമ്പോൾ നമ്മൾ പഠിക്കാറും പഴങ്ങളും പച്ചക്കറികൾ എന്ന് പഠിക്കാറുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ SCERT കൊടുത്തത് നമ്മൾ സാധാരണ പഴങ്ങൾ പച്ചക്കറികളാണ് സൈദ് വിളകളിൽ പഠിക്കാറുള്ളത്. അപ്പൊ ഇവിടെ തണ്ണിമത്തൻ ഒക്കെ പഴവർഗ്ഗമാണ്, പച്ചക്കറി എന്ന് എടുത്തു തന്നിട്ടുണ്ട്. വെള്ളരിയും പച്ചക്കറി ഇതിലിടും. പക്ഷെ നമുക്ക് കാലിത്തീറ്റ വിളകൾ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. കാലിത്തീറ്റ വിളകൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഖാരിഫിലേക്ക് റാബിയിലേക്കൊക്കെ പോകും അല്ലേ. സൈദിൽ വരുന്നതാണ്. ഇതൊന്ന് നോട്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ കിട്ട് പണിതരം PSC കാത്തിരിക്കുന്നുണ്ടാകും. കാലിത്തീറ്റ വിളകൾ സൈദ് വിളയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ ഖാരിഫ് വിളകൾ എപ്പോഴാണ് എടുക്കുക? ജൂണില് വിളവിറക്കും, സെപ്റ്റംബറിൽ വിളവെടുക്കും. സെപ്റ്റംബർ കഴിഞ്ഞു, അടുത്ത മാസം ഒക്ടോബറിൽ റാബി എന്ത് ചെയ്യും? വിളവിറക്കും. മാർച്ചില് എന്ത് ചെയ്യും? വിളവെടുക്കും അല്ലെ. മാർച്ചിൽ വിളവെടുക്കും. സെയ്ദ് എന്ത് ചെയ്യും? ഏപ്രിലിൽ വിളവിറക്കിയിട്ട് ജൂണിൽ വിളവെടുക്കും. ഓക്കെ. അങ്ങനെ പഠിച്ചു വെക്കാം. മൃദുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? നെല്ല്, ഗോതമ്പ് കേട്ടോ. നെല്ല്, ഗോതമ്പ് മൃദുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ജോവർ, ബജ്ര, പരിക്കൻ ധാന്യങ്ങൾ അതൊക്കെ പരിക്കൻ ധാന്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഇനി നെല്ലിന് ഉയർന്ന മഴ വേണം. ഉയർന്ന മഴയുള്ള പ്രദേശങ്ങളിലാണ് നെല്ലിന് കൃഷി ചെയ്യുക. മിതമായിട്ടുള്ള മഴ പ്രദേശങ്ങളിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുക. പിന്നെ തീരെ കുറഞ്ഞ മഴയുള്ളവിടെയാണ് പയറുവർഗ്ഗങ്ങളും പരിക്കൻ ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യുക കേട്ടോ. ഇത് പഠിച്ചു വെക്കണേ. നാണ്യവിളകൾക്ക് ഉദാഹരണമാണ് കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കള്. നാരുവിളകളിൽ തന്നെ അതിൽ നാരുവിളകളാണ് ഏതൊക്കെ? പരുത്തിയും ചണവും. ഖാരിഫ് വിളകളൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോ. ഇടയിന്ന് എടുത്തിട്ട് PSC ചോദിക്കും കേട്ടോ. പിന്നെ ഖാരിഫ് വിള, റാബി വിള, സൈദ് വിളകളൊക്കെ പഠിക്കണം. കാലിത്തീറ്റ വിളകൾ ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മൃദുധാന്യങ്ങൾ നെല്ല്, ഗോതമ്പ് മൃദുധാന്യങ്ങളാണ്. പിന്നെ ഈ ബജ്ര, അരിച്ചോളം ഇതൊക്കെ എന്താണ്? പരിക്കൻ ധാന്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. നെല്ലിന് ഉയർന്ന മഴ വേണം, ഗോതമ്പിന് മിതമായിട്ടുള്ള മഴ മതി, പയറുവർഗ്ഗങ്ങൾ പരിക്കൻ ധാന്യങ്ങൾക്കൊക്കെ തീരെ കുറഞ്ഞ മഴയാണ്. ഓക്കെ ആയല്ലോ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അവിടെ അങ്ങോട്ട് അരിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യില്. ഇനി എനിക്കിനി ഇതിൽ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാൻ അറിയില്ല കേട്ടോ. സത്യം എനിക്കിതിന് കൂടുതൽ അറിയില്ല. ഞാൻ എൻ്റെ മുഴുവൻ എഫേർട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അവിടെ ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെസൺ നമുക്കങ്ങനെ വേഗം ഓരോരോ ലെസൺ. ഇപ്പോൾ ലെങ്തി ക്ലാസ് ലെസൺ ആണെങ്കിൽ പാർട്ട് 2 അടുത്തൊരു ക്ലാസ്സിലായിട്ട് തരുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. ഒരു ലെസൺ തന്നെ ഒന്നിൽ തരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞു എന്ത് പഠിച്ചു എന്നല്ല, നമ്മളത് എങ്ങനെ പഠിച്ചു ഉപയോഗപ്പെടുത്തി. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങളിപ്പോ കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ ഓക്കെ ആയില്ലേ? നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ തന്നെ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. കേരള ഹിസ്റ്ററി നിങ്ങൾ ഇപ്പൊ പേടിയുണ്ടോ? നിങ്ങളൊന്ന് നോക്ക്. എത്ര ഇത് തന്നു നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട്. അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി ആക്കി തരും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നിങ്ങൾക്ക് ആക്കി തരും. പേടിക്കണ്ട കേട്ടോ. സയൻസും കൂടെ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഓരോന്ന് തീർത്ത് വരട്ടെ കേട്ടോ. അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾക്ക് പേടിക്കാനേ ഇല്ല. നമുക്ക് മെയിൻസിന് പിന്നെ ഏത് മതി? വേൾഡ് ജോഗ്രഫി.
വേൾഡ് ജോഗ്രഫി വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് മെയിൻസിന് മതി. അതേപോലെ ആ സമയത്ത് അത് SCERT അതേപോലെ തരും വേൾഡ് ഹിസ്റ്ററി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടുന്ന കേരളവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും താഴെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. തീർച്ചയായിട്ടും 1 മിനിറ്റ് ഞാൻ ഇത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഒരു മനസ്സ് കാണിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക, താഴെ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. നന്നായി പഠിച്ചു മാറ്റണേ. പിന്നെ നാളെ സാറ്റർഡേ സൺഡേ നിങ്ങൾ വേറെയൊക്കെ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ടാവും, കറണ്ട് അഫെയർ ഒക്കെ പഠിച്ചു പോകുന്നുണ്ടാവും. ദയവ് ചെയ്തിട്ട് കേരള ഹിസ്റ്ററി തന്നിട്ടുള്ള ആ 4 ടോപ്പിക്ക് വീണ്ടും റിവിഷൻ ആവും. കേരള ഹിസ്റ്ററി ഓക്കെ ആക്കി വെക്കണം. ഇനി ഇന്നും നാളെയും കൂടിയിട്ട് വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒക്കെ സെറ്റ് ആക്കി വെക്കണം. ഞായറാഴ്ച വീണ്ടും റിവിഷൻ ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.